അതുപോലെ നോക്കൂ നിങ്ങൾ, ആയത്തുകൾ മഹാന്മാരായ മുൻഗാമികൾ പറയാത്ത ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഖുർആനിന്റെ ആയത്തുകൾ എത്രയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. എന്ന ആയത്ത് മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുദ്ധരിച്ച ഏതെങ്കിലും 4 മദ്ഹബിന്റെ ഒരു ഇമാമിനെ നമുക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇവിടെ, 4 ഇമാമിന്റെ മദ്ഹബല്ലാത്ത മറ്റൊരു മദ്ഹബ് സ്വീകരിച്ചാൽ ലാലും മുദുല്ലാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? പിന്നെ ആയത്തും ഹദീസും നോക്കേണ്ടി വരും. ആയത്തും ഹദീസും ഇമാമുകൾ പറയാത്ത ആയത്തും ഹദീസും നമ്മൾ പിടിച്ചാൽ അത് കുഫിരിയത്തിലേക്ക് എത്തിക്കും. ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് കുഫിരിയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക്, ഫൗണ്ടേഷനിൽ കയറി നിൽക്കുന്ന പ്രവർത്തനമാണ്, കാഫിറാകുന്ന പടിയാണ് എന്ന് പറഞ്ഞ ഈ ആളുകൾ, ഈ ആയത്തുകൾ ഇമാം ഷാഫി ഓതാത്ത ആയത്ത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുജാഹിദുകളും ഇവിടെയുള്ള സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിന് 4 മദ്ഹബിന്റെ ഇമാമുകളായ അബൂ ഹനീഫ ഇമാമോ, ഇമാം മാലിക്കോ, ഇമാം ഷാഫിയോ, അഹ്മദ് ഇബ്നു ഹംബലോ, അതല്ലെങ്കിൽ ത്വരീഖത്തിന്റെ ഇമാമുകളായ ഇമാം അശ്ശരിയോ മാതുരിദിയോ, ഈ 4 കർമ്മത്തിന്റെ ഇമാമുകളും 2 വിശ്വാസകാര്യം ചർച്ച ചെയ്യുന്ന ഇമാമുകളും ഇതിൽ ആരെങ്കിലും ഒരാൾ ഓതി ഒരായത്ത് ഇവരുദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല, എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആയത്തും ഹദീസും ഇമാമുകൾ ഓതാതെ ആയത്തും ഹദീസും നമ്മൾ ഉദ്ധരിച്ചാൽ നമ്മൾ കാഫിറാകുമെന്നാണ് ഇവർ വാദിക്കുന്നത്. തഫ്സീർ സാവി ജലാലൈനിയുടെ വ്യാഖ്യാനം സാവി ഉദ്ധരിച്ചുകൊണ്ട് ഇവരുടെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഇവരുടെ പുസ്തകങ്ങളിൽ കേൾക്കാറുണ്ട്, പൊന്മളയുടെ ഷാഫി മദ്ഹബ് എന്ന ഗ്രന്ഥത്തിലും അത് കാണാം. എങ്കിൽ ഏതടിസ്ഥാനത്തിലാണ് ഇവർ ആയത്ത് ഓതുന്നത്? ഇവർക്ക് സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിൽ ഇമാം ഷാഫി ഉദ്ധരിച്ച ആയത്തോ ഹദീസോ ഇവർ ഉദ്ധരിക്കുന്നത് നമുക്ക് ഇന്നിവരെ കാണാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അടിസ്ഥാനം